നമ്മോടൊപ്പം നമ്മുടെ ഇൻ-ഹൗസ് എക്സ്പേർട്ട് മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖർ സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. Morning, Anand, and morning, viewers. ഗുഡ് മോർണിംഗ് സർ. സർ, ഡോ ജോൺസ് ഇൻഡെക്സ്, S&P 500 ആൻഡ് നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇവർ മൂന്ന് പേരും ഒരു ന്യൂട്രൽ ടോണിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത്. ഏകദേശം അറൗണ്ട് ഒരു 0.04% തൊട്ട് -0.46% ഇടയിലാണ് ഈ മൂന്ന് ഇൻഡെക്സുകളും ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അമേരിക്കൻ വിപണിയിൽ സാറിൻ്റെ മുന്നോട്ടേക്കൊരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? Dow Jones Index ഷോർട്ട് ടേം കഴിഞ്ഞ ആഴ്ചത്തെ ഇടിവ് തുടർന്ന് ബെയറിഷ് ആയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ഷോർട്ട് കവറിങ്ങിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. അങ്ങനെ ഒരു ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ടെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 43,000 പോയിന്റ്, അതിനുശേഷം 43,350 പോയിന്റിലും ആയിരിക്കും. ഈ ഒരു റിക്കവറി നടക്കുന്ന സമയത്ത് ഒരു വിധത്തിലും നിലവിലുള്ള ഷോർട്ട് ടേം ബെയറിഷ് അണ്ടർടോണിന് ഇത് റിവേഴ്സ് ചെയ്യാൻ പോകുന്നില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 20,700 പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യും. യെസ് സർ. അപ്പം കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൽ ഏകദേശം ഒരു വളരെ മൈനർ മുന്നേറ്റമാണ് ഗോൾഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 0.12%, ഒരു $3 മുന്നേറി നിലവിൽ ട്രേഡ് ചെയ്യുന്നത് $2,611. സോ ഗോൾഡിൽ ഇനി അങ്ങോട്ടേക്ക് സാർ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ 6 സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഒരു ഷോർട്ട് ടേം ബുള്ളിഷ് സെറ്റപ്പും ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസിൽ $2,650. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു $30 മുതൽ $40 നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $2,590 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യും. യെസ് സർ. അപ്പം WTI ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ WTI ക്രൂഡ് ഏകദേശം ഒരു 0.4% ഇടിവോട് കൂടിയാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഒരു എമൗണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 68.94 ഡോളറിലാണ് WTI ക്രൂഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. സോ WTI ക്രൂഡ് സാർ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? WTI ക്രൂഡിലെ ട്രെൻഡിൽ ഒരു മാറ്റവും ഇല്ല. സൈഡ് വേസ് ട്രെൻഡ് തന്നെ തുടരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 71 മുതൽ $72 ലെവൽ ആൻഡ് സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട $66. അപ്പം ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഏകദേശം 1% ഇടിവോട് കൂടിയാണ് ഇന്നലെ അവസാനിച്ചത്. 247 പോയിന്റ് ഇടിഞ്ഞ് 23,951 പോയിന്റിലാണ് നിലവിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഇനി മുന്നോട്ടേക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ആൻഡ് ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് 23,800 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിഫ്റ്റി 50 ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 24,400 പോയിന്റ്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റി 50ക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. യെസ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ മാത്രം ഏകദേശം 3.43% ഒരു നെഗറ്റീവ് ഇടിവാണ് ബാങ്ക് നിഫ്റ്റി കാണിച്ചത്. ഏകദേശം 1,800 പോയിന്റിൻ്റെ ഇടിവ്. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1% ഇടിഞ്ഞ് 51,575 നിലവിൽ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ഇനി മുന്നോട്ടേക്ക് സാറിൻ്റെ ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 51,000 പോയിന്റിൽ വളരെ മേജർ ഒരു സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. 51,000 പോയിന്റ് സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബട്ട് ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 52,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. അപ്പം സ്റ്റോക്സ് ഇൻ ഫോക്കസിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ട് വരുന്ന സ്റ്റോക്ക് ആന്ധ്ര സിമെൻറ്റ്സ് ആണ്. ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 2.87% ഉയർന്ന് 85.53 ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ACLൽ സാറിൻ്റെ ടേക്ക് എന്താണ്? എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ആന്ധ്ര സിമെന്റ് ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ഇതിൽ ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആന്ധ്ര സിമെന്റ്.
ബട്ട് എങ്കിലും കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ ഈ ഒരു സ്റ്റോക്കിൽ ഒരു അല്പം ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതൊരു ഷോർട്ട് ടേം ട്രേഡിന് നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 88 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത്. 88ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 92 രൂപയിലായി. മറ്റൊരു സ്റ്റോക്കാണ് ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ലിമിറ്റഡ്. അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.25% ഉയർന്ന് 127 രൂപയിലാണ് നിലവിൽ ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ലിമിറ്റഡിൽ മുന്നോട്ടേക്ക് സാറിന് എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നഷ്ടം നമുക്ക് നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബജാജ് ഹൗസിംഗ്. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്ക് ഇന്നലെ വീണ്ടും ബജാജ് ഹൗസിംഗ് ഫിനാൻസ് പുതിയൊരു ഓൾ ടൈം ലോയിലെത്തിയിരുന്നു, 125 രൂപ 13 പൈസ വരെ. ബട്ട് എങ്കിലും എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റോക്കിൽ താമസിക്കാതെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 124 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ബുള്ളിഷ് ട്രിഗർ ഇപ്പൊ കാണാൻ സാധിക്കുന്നത് 134 രൂപയിലാണ്. 134ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന് ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി ഒരു 10 രൂപയുടെ നേട്ടം നൽകാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്കാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന 298 രൂപയിലാണ്. ഇന്നലെ ഏകദേശം -2% ഒരു ഇടിവാണ് BEL രേഖപ്പെടുത്തിയത്. സോ BELൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ ഓൾറെഡി ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു കഴിഞ്ഞു. ആൻഡ് നിലവിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി BEL കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 302 രൂപ. 302ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 307 അതിനുശേഷം 320 രൂപയിലും ആയിരിക്കും. മറ്റൊരു സ്റ്റോക്കാണ് സെറ സാനിറ്ററി വെയർ ലിമിറ്റഡ്. ഇന്നലെ അത്രത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്ട് മാർക്കറ്റിൽ ഉണ്ടായിട്ട് കൂടി 1.1% മുന്നേറി 7588 രൂപയിലാണ് നിലവിൽ ഷെയർ ട്രേഡ് ചെയ്യുന്നത്. സോ സെറ സാനിറ്ററി വെയർ ലിമിറ്റഡിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സെറയുടെ കേസിൽ നമുക്ക് നവംബർ അവസാനത്തോടു കൂടി ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ബട്ട് ദ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് തുടരുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 7665 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 7900. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള 2 റെസിസ്റ്റൻസ് 8100 8400 ആയിരിക്കും. അതുപോലെ തന്നെ മുന്നേറിയ മറ്റൊരു ഷെയറാണ് ചെന്നൈ പെട്രോളിയം കോപ്പ് ലിമിറ്റഡ്. ഇന്നലെ ഏകദേശം 5.51% മുന്നേറി 606 രൂപയിലാണ് നിലവിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ചെന്നൈ പെട്രോളിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ചെന്നൈ പെട്രോളിയത്തിലെ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷായി തന്നെ തുടരുന്നു. ജൂൺ മാസത്തിന് ശേഷവും ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ചെന്നൈ പെട്രോളിയം. എങ്കിലും ഈ സ്റ്റോക്കിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് 555 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ ഹൈ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു ട്രേഡ് ശ്രമിക്കാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 555 തന്നെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ബിക്കോസ് ദിസ് ഇസ് എഗൻസ്റ്റ് ദ ട്രെൻഡ് ഒരു ട്രേഡ് ആയിരിക്കും. അങ്ങനെ ഒരു ട്രിഗർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 645 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 680 അതിനുശേഷം 700 രൂപയിലും ആയിരിക്കും. സ്റ്റോക്ക് ഇൻ ഫോക്കസ് എന്ന മറ്റൊരു സ്റ്റോക്കാണ് HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ട് ലിമിറ്റഡ്. കഴിഞ്ഞ 3 സെഷനിൽ ഏകദേശം 6.25% ഇടിവ് രേഖപ്പെടുത്തി. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ മാത്രം ഏകദേശം 2.18% ഇടിവാണ് HAL രേഖപ്പെടുത്തിയത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 4385 രൂപയിലാണ്. സോ HAL മുന്നോട്ടേക്ക് ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? HAL നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4350 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ ഒരു റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ബട്ട് നമുക്കൊരു സേഫ് ആയിട്ട് ഒരു എൻട്രി വേണമെങ്കിൽ 4580 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.
അത് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 4750 അതിനുശേഷം 4950 ആയിരിക്കും. മറ്റൊരു സ്റ്റോക്കാണ് ബിർള കോർപ്പറേഷൻ. നിലവിൽ ട്രേഡ് ചെയ്യുന്ന 1239 രൂപയിലാണ്. ആൻഡ് ഒരു വീക്ക്ലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം -5.39% വീക്ക്ലി റിട്ടേൺ ആണ് ബിർള കോർപ്പറേഷൻസ് ലിമിറ്റഡ് തന്നിട്ടുള്ളത്. സോ ബിർള കോർപ്പിൽ സാറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ബിർള കോർപ്പിലും നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് അഗെയിൻ ഈ ഒരു സ്റ്റോക്കിലും നവംബർ മാസത്തിന് ശേഷം നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1200 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇതിന്റെ ഒരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ സ്റ്റോക്ക് 1293 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 1350, അതിനുശേഷം 1400, പിന്നീടുള്ള റെസിസ്റ്റൻസ് 1460 ആയിരിക്കും. മറ്റൊരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഏകദേശം 2% ഇടിവിലാണ് അവസാന ട്രേഡിംഗ് സെഷനിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് അവസാനിച്ചത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 1547 രൂപയിലാണ്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇനി മുന്നോട്ടേക്ക് ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ മറ്റേ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഇലക്ട്രോണിക്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദിസ് ഇസ് ഓൾസോ എ ഡിഫൻസ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. സോ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 1570. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 1620, 1740, 1860. യെസ് സർ. നമുക്കെന്തായാലും ഓഡിയൻസിൻ്റെ ക്വയറീസിലേക്ക് കിടക്കാനുള്ള സമയമായി. ഷിജിൽ എന്നൊരു പ്രേക്ഷകൻ പേടിഎമ്മിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഇന്നലെ ഏകദേശം 1.2% ഇടിവിൽ 996 രൂപയിലാണ് ട്രേഡിംഗ് അവസാനിച്ചത്. സോ പേടിഎമ്മിൽ സാറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? പേടിഎമ്മിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 960 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ. ജിക്സ് എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന വിപ്രോനെ പറ്റിയാണ്. ഇന്നലെ ഏകദേശം 0.05% ഉയർന്ന് 312 രൂപയിലാണ് നിലവിൽ വിപ്രോ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ വിപ്രോ ലിമിറ്റഡിൽ സാറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? വിപ്രോയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇതിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 300 രൂപ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഹാവൽസ്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 1693 രൂപയിലാണ്. സോ ഹാവൽസിൽ സാറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഇന്ന് നേരത്തെ സെറ സാനിറ്ററി വെയറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നമുക്ക് സെറയെ കാണുന്ന സിമിലർ പാറ്റേൺ ഹാവൽസിന്റെ കേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഹാവൽസിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 1724 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 1770 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള രണ്ട് മേജർ റെസിസ്റ്റൻസ് 1820. ഈ 1820 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് തന്നെ ബുള്ളിഷായി മാറും. പിന്നീടുള്ള റെസിസ്റ്റൻസ് 1870 രൂപയിലും ആയിരിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1670 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഷെയറാണ് നെൽക്കോ. നെൽക്കോ ഇന്നലെ ഏകദേശം 1.2% ഉയർന്ന് 1407 രൂപയിലാണ് നിലവിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ നെൽക്കോയിൽ സാറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? നെൽക്കോയുടെ കേസിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. നവംബർ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് നെൽക്കോ. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1320 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഷോർട്ട് ടേം ട്രേഡിന് നമ്മളൊരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1440 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് IPCA ലാബോറട്ടറീസ്. ഏകദേശം 5.4% വളരെ ഹ്യൂജ് ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഷെയർ രേഖപ്പെടുത്തിയത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 1594 രൂപയിലാണ്. സോ IPCA ലാബിൽ മുന്നോട്ടേക്ക് ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്?
ഇക്ക ലാബിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം സൈഡ് വേസ് കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു കഴിഞ്ഞ 2 മാസമായിട്ട്. ബട്ട് ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിന്ന് ഇതൊരു ബ്രേക്ക് ഔട്ട് നൽകാനായിട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത 2-3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1620. 1620ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേമിൽ തന്നെ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1460 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് ലെമൺ ട്രീ ഹോട്ടൽസ്. കഴിഞ്ഞ 7 സെഷനിൽ മാത്രം 12% മൂവ്മെൻ്റ് ആണ് ഷെയർ രേഖപ്പെടുത്തിയത്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.7% ഉയർന്ന് 157 രൂപയിലാണ് നിലവിൽ ലെമൺ ട്രീ ഹോട്ടൽസ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ലെമൺ ട്രീ ഹോട്ടൽസ് ലിമിറ്റഡിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ലെമൺ ട്രീയിലെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ. സുബിൻ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ പവറിനെ പറ്റിയാണ്. ടാറ്റ പവർ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 412 രൂപയിലാണ്. അവസാന ട്രേഡിംഗ് സെഷനിൽ 0.5% ഒരു ഇടിവാണ് ടാറ്റ പവർ രേഖപ്പെടുത്തിയത്. സോ ടാറ്റ പവറിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ടാറ്റ പവറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 395 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 450 രൂപയുടെ റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഖൈതാൻ കെം ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഷെയറിനെ പറ്റിയാണ്. ഏകദേശം 73 രൂപയിലാണ് നിലവിൽ ഷെയർ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.4% ഇടിവാണ് ഖൈ കെം രേഖപ്പെടുത്തിയത്. സോ ഖൈതാൻ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഖൈതാൻ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് വിലയിരുത്തുന്നത്. ഇതിൽ കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണുന്നില്ല. ഇൻട്രാഡേ പാറ്റേൺസ് നോക്കുമ്പോഴേക്കും നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ പേഴ്സണലി ഒരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 80 രൂപ. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഓഹരിയാണ് ടാറ്റ കെമിക്കൽസ് ലിമിറ്റഡ്. ഇന്നലെ ഏകദേശം 0.2% ഉയർന്ന് 1059 രൂപയിലാണ് ടാറ്റ കെം ട്രേഡ് ചെയ്യുന്നത്. സോ ടാറ്റ കെമ്മിൽ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ ടാറ്റ പവറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നമുക്ക് ടാറ്റ കെമിക്കൽസിന്റെ കേസിലും സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഇതിലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഓഹരിയാണ് ബയോകോൺ. ബയോകോൺ ഇന്നലെ 0.6% ഉയർന്ന് 350 രൂപീസിലാണ് നിലവിൽ ബയോകോൺ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഒരു വീക്ക്ലി റിട്ടേൺ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 4% ഇടിവോടെയാണ് ഒരു 4% ഇടിവിലാണ് വീക്ക്ലി റിട്ടേൺ തന്നിട്ടുള്ളത്. സോ ബയോകോൺ ലിമിറ്റഡിൽ മുന്നോട്ടേക്ക് എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ബയോകോണിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ആൻഡ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 355 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 370, 385 ആയിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് NFL. NFL ഒരു ഫൈനാൻഷ്യൽസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ്. ഏകദേശം 7.2% 3 വർഷത്തിൽ. ആൻഡ് ഡിവിഡൻഡ് പേ ഔട്ട് വെറും 12.9% ഡിവിഡൻഡ് പേ ഔട്ട് വരുന്നത്. ആൻഡ് NFL അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.5% ഇടിഞ്ഞ് 120 രൂപയിലാണ് നിലവിൽ NFL ട്രേഡ് ചെയ്യുന്നത്. സോ NFL മുന്നോട്ടേക്ക് ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? NFL മറ്റ് പബ്ലിക് സെക്ടർ ഫെർട്ടിലൈസർ കമ്പനീസിനോടൊപ്പം തന്നെ ജൂലൈ മാസത്തിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ കറക്ഷൻ നേരിട്ട ഒരു സ്റ്റോക്കാണ്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 125. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 131, 138 ആയിരിക്കും. നാഷണൽ ഫെർട്ടിലൈസേഴ്സിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത് കേരള ബേസ്ഡ് FACT
FACTയുടെ കേസിൽ നമുക്ക് നിലവിൽ ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നത് 1040 രൂപയിലും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 960 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് റെയിൻ ഇൻഡസ്ട്രീസ്. അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.4% ഇടിവാണ് റെയിൻ ഇൻഡസ്ട്രീസ് രേഖപ്പെടുത്തിയത്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 177 രൂപയിലാണ്. സോ റെയിൻ ഇൻഡസ്ട്രീസിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? റെയിൻ ഇൻഡസ്ട്രീസ് ഇസ് ഓൾസോ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നവംബർ മാസത്തിന് ശേഷം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ബുള്ളിഷ് ട്രിഗർ 182 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 188, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 200, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 216 ആയിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് വോൾ 3D ഇന്ത്യ ലിമിറ്റഡ്. വളരെ റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഷെയറാണ്. അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.7% ഉയർന്ന് 140 രൂപയിലാണ് വോൾ 3D ഇന്ത്യ ലിമിറ്റഡ് ട്രേഡ് ചെയ്യുന്നത്. സോ വോൾ 3D ഈ ഒരു ഷെയറിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു. അതിനുശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് വോൾ 3D എന്ന് പറയുന്ന സ്റ്റോക്ക്. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് തുടരുന്നു. ഇതിൽ ലോ റിസ്ക് ആയിട്ട് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഓഹരിയാണ് ഫിൻലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇന്നലെ ഏകദേശം 0.8% ഉയർന്ന് 248 രൂപയിലാണ് നിലവിൽ ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ട്രേഡ് ചെയ്യുന്നത്. സോ ഫിൻപൈപ്പിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഫിനോലെക്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് വരും സെഷൻസിൽ എക്സ്പെക്ട് ചെയ്യാം. അത് ഒരിക്കലും ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കരുത്. അത് ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഒരു അവസരമായിട്ട് കരുതുക. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് IREDA ഇന്ത്യൻ റിന്യൂവബിൾ എനർജി. അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.31% ഉയർന്ന് 209 രൂപയിലാണ് നിലവിൽ IREDA ട്രേഡ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ റിന്യൂവബിൾ എനർജിയിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? IREDയിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 212 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 223, അതിനുശേഷം 234 ആയിരിക്കും. 234 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് ജെയിൻ ഇറിഗേഷൻ സിസ്റ്റംസ്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 71 രൂപയിലാണ്. ആൻഡ് അവസാന ട്രേഡ് സെഷനിൽ ഏകദേശം 1.56% ഇടിവാണ് ജെയിൻ ഇറിഗേഷൻ സിസ്റ്റംസ് രേഖപ്പെടുത്തിയത്. സോ ജെയിൻ ഇറിഗേഷൻ സിസ്റ്റത്തിൽ സാറിന് മുന്നോട്ടേക്ക് ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ജെയിൻ ഇറിഗേഷൻസ് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 70 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഷെയറാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 1547 രൂപയിലാണ് നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.79% ഇടിവാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് നമ്മൾ കുറച്ച് നേരം മുൻപ് ഇതിന്റെ ഒരു വ്യൂ നൽകിയിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമുക്കൊരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1500 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് ഫേസ് ചെയ്യുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 1740, 1770 ആ റേഞ്ചിലായിരിക്കും. ബട്ട് ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഈ ഒരു സ്റ്റോക്കിൽ മാത്രമല്ല, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ് മുതലായ ഡിഫൻസ് സ്റ്റോക്സിലൊക്കെ ഒരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. യെസ് സർ. നമുക്ക് എന്തായാലും ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായേക്കാണ്. താങ്ക് യു പ്രദീപ് സർ, നമുക്ക് ഇത്രത്തോളം മാർക്കറ്റ് അനാലിസിസും അപ്ഡേറ്റ്സും സ്റ്റോക്കിനെ പറ്റിയുള്ള ഇത്രയധികം ഇൻഫർമേഷൻ തന്നതിന്.